കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ ഒരു തവണ കൂടി സത്യപ്രതിജ്ഞ ചെയ്യണമെന്നുള്ള സാഹചര്യമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അവിടെ വന്ന് ജയിൽ സൂപ്രണ്ടിന്റെയും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ ആ ചടങ്ങ് നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നടപ്പിലാക്കി. അക്കാര്യങ്ങളാണ് മാധ്യമങ്ങളോട് അറിയിക്കുന്നത്. കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സമ്മതിക്കുമോ? അല്ല, ഈ കാര്യങ്ങൾ ഞാൻ പലതവണ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതികളുടെ പരിഗണനയാണ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൗൺസിലറുടെ അഭിഭാഷക സംഘം അക്കാര്യങ്ങളുടെ വിശകലനം ചെയ്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൽ വരുന്ന ഉത്തരവുകൾ അനുസരിച്ച് ആ ഉത്തരവുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് കോർപ്പറേഷന്റെ ദൗത്യം. ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യും. കോർപ്പറേഷനായി മാറിയെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വേറെന്തെങ്കിലും ചോദിച്ചോളൂ. തന്നിട്ടുണ്ട്. ലീഗൽ ഒപ്പീനിയൻ വിട്ടിരിക്കുകയാണ് കോർപ്പറേഷൻ. ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാപ്പ കേസ് പ്രതിയായവരാൾ ഈ ഭരണസമിതിയിൽ തുടരുന്നു എന്ന് പറയുന്ന ഒരു നാണക്കേടല്ലേ ശരിക്കും? രണ്ട് കാര്യം. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതും ഈ വിമർശനം ഉന്നയിക്കുന്നത് പറയേണ്ടതും കാപ്പ ആക്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങളൊക്കെ തന്നെ ഈ നിൽക്കുന്ന എല്ലാവരും കോർപ്പറേഷനിലിരിക്കുന്ന പല കൗൺസിലർമാരും ഒക്കെ തന്നെ രാഷ്ട്രീയമായി പലതരത്തിലുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്തതിൻ്റെ കേസുകൾ പ്രതികളാണ്. എണ്ണമേറിയും കുറഞ്ഞിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന പലരെക്കാളും കൂടുതൽ കേസ് ഉള്ളവരാണ് ഈ നിൽക്കുന്ന എൻ്റെ ഇടത് വലത് ഭാഗത്ത് നിൽക്കുന്നവരും എൻ്റെ കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാർ ഏറെക്കുറെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഉള്ളവരാണ്. അതിൻ്റെയൊക്കെ ഫൈനലി അതിൻ്റെ അഭിപ്രായം പറയേണ്ട ബഹുമാനപ്പെട്ട കോടതികളാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള പ്രതിപക്ഷം പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഞാൻ രാഷ്ട്രീയമായ ഒരു മറുപടി പറഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രതിപക്ഷമായിരുന്നപ്പോഴേക്കും ഭരണത്തിൽ എത്തുന്ന സമയത്തും ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആരെയും കടന്നു പോകേണ്ടതെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ഒരു ടീമാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശക്തമായുള്ള വിയോജിപ്പ് CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അക്കാര്യങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. പാളയം മാർക്കറ്റിൽ CPM-ന്റെ മാസപ്പടി പിരിച്ചുകൊണ്ടിരുന്ന ആ പണത്തിനൊരു കുറവ് വരുമ്പോഴും CPM നേതാക്കന്മാരുടെ ബിനാമികളായിട്ടുള്ളവർ നടത്തുന്ന അനധികൃത കടകൾ പൂട്ടുമ്പോഴും കോർപ്പറേഷനിലെ കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പ് വരുന്ന സ്വത്തുവകകൾ കുടുംബ സ്വത്ത് പോലെ, സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സഖാക്കന്മാരെ അവിടെ നിന്ന് ഒഴിവാക്കുമ്പോഴും ഇതല്ല, ഇതിലപ്പുറവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും ഒരു ഇഞ്ച് പോലും അത്തരം ആക്ടിവിറ്റികളിൽ നിന്ന് പുറകോട്ടില്ല. വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട്. അതായത് ഒരു കൗൺസിലറുടെ അസാന്നിധ്യത്തിൽ അത് പല സാഹചര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ ജോലി കിട്ടി രാജിവെക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ചില കൗൺസിലർമാരൊക്കെ തന്നെ, പഞ്ചായത്ത് മെമ്പർമാരെ, മുനിസിപ്പൽ കൗൺസിലർമാരൊക്കെ തന്നെ അകാലത്തിൽ മരണമടയുന്നവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മുനിസിപ്പൽ ആക്ടിൽ തന്നെ മറ്റ് പരിഹാര മാർഗങ്ങൾ, താൽക്കാലിക സംവിധാനങ്ങൾ. ഇപ്പം മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെയാണ് ആ കോർപ്പറേഷൻ വാർഡിൽ നിന്നും വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു സിസ്റ്റം ഉണ്ട്. അവിടെ വരികയും ഫൈനലി മേയർ വെരിഫൈ ചെയ്തതിനു ശേഷം അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ദിവസം തന്നെ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ആ വാർഡിലെ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി, ഇനി മറ്റൊരു വാർഡിലെ കൗൺസിലർക്ക് ഇങ്ങനെ അസാന്നിധ്യം വന്നു കഴിഞ്ഞാലും ആ വാർഡിന് വേണ്ടി മേയർ എന്നുള്ള നിലയ്ക്ക് സമയം കൊടുക്കും. ഒരു പക്ഷേ തൊട്ടടുത്തുള്ള സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും കൗൺസിലർമാരെ ആ വാർഡുകൾ ഏൽപ്പിക്കുന്ന പതിവ് തിരുവനന്തപുരം കോർപ്പറേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മേയർ തന്നെ നേരിട്ട് നോക്കും. ആ വാർഡിലെ വികസന കാര്യങ്ങൾക്കോ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഇത് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ മത്സരിച്ച് ജയിച്ച വാർഡിനോട്, കൊടുങ്ങാനൂർ വാർഡിനോട് ചേർന്ന് ഏറെക്കുറെ അതിർത്തികൾ ഷെയർ ചെയ്യുന്ന വാർഡാണ് വാഴോട്ടുകോണം. അപ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതെ കാര്യങ്ങൾ നോക്കുന്നു.